എന്റെ വിചാരം ആദ്യം ഭൂമി കുലുക്കാന്ന് വിചാരിച്ചത്. ഇവിടുത്തെ ആളാണോ? എന്താ ചേട്ടൻ്റെ പേര്? നമ്മുടെ അടുത്തുള്ള ആളാണ്. പക്ഷെ ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇന്നലെ അറിഞ്ഞത് പറയാം. അല്ല, എത്ര പേര്? ഏകദേശം ഒരു 30 ആളിലും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ പണിക്കാരായിട്ട് ഇതുവരെ ആരും അത് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അവരുടെ എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ കിട്ടിയിട്ടുള്ളതെന്നാണ് അറിവ്. കിട്ടിയിട്ടുള്ളതൊക്കെ ബോഡിയാണ്, കൈയും കാലും. ഏകദേശം 30 മേലെ പണിക്കാരുണ്ടെന്നാണ് കേട്ടത്. ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണോ തോന്നുന്നത്? മരിക്കാതിരിക്കുമോ? ഇതിലിപ്പോ വർക്ക് കിടക്കല്ലേ? വർക്കുള്ള അങ്ങനെ പുറമെ പറയുന്നത് നമുക്ക് കൂടുതൽ. എത്ര മണിക്കാണ് പൊട്ടിത്തെറി കേട്ടത്? ഇത് ഞങ്ങളിത് ഇപ്പൊ 1 മണിക്കൂറായിട്ടുള്ളൂ. ഞങ്ങളുടെ വീടൊക്കെ അടുത്താ, തൊട്ടടുത്ത്. ഞങ്ങൾ അപ്പനെ വണ്ടിയിലൊക്കെ വലിയ പ്രകമ്പനം ഉണ്ടായിരുന്നോ? എന്റെ വിചാരം ആദ്യം ഭൂമി കുലുക്കാന്ന് വിചാരിച്ചത്. അതെ, ഭൂമി കുലുക്കാണെന്ന് ഫസ്റ്റിൽ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ വണ്ടി എടുത്ത് അപ്പോഴേക്കും പറഞ്ഞ് ഇന്ന സംഭവമാണെന്ന്. ഇപ്പോൾ ആംബുലൻസ്, ഫയർ സർവീസ് വെള്ളം ചീറ്റി തുടങ്ങണുള്ളൂ, അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളതൊക്കെ അവിടെ നിന്ന് കുറെ കത്തിപ്പോയിണ്ടാവും. പോയത് വീടുകളിലൊക്കെ, നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രകമ്പനം ഉണ്ടായിരുന്നു? പിന്നെ എന്റെ 1 കിലോമീറ്റർ അടുത്ത വീട്. ആ കാല കിടക്കുന്നത് അവിടെ കണ്ടോ? കുറച്ചപ്പുറത്താണ് എൻ്റെ ഒരു കൃഷി സ്ഥലം. ഞാൻ ആ കൃഷി സ്ഥലത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് ഭൂകമ്പം മാതിരി പൊട്ടിത്തെറി. വണ്ടി അടക്കം മൊത്തം കുലുങ്ങായിരുന്നു. ആ വണ്ടി ചെറുതായിട്ടൊന്നല്ല കുലുങ്ങിയത്. ആ വണ്ടി കുലുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 പ്രാവശ്യം. ആദ്യത്തെ വലിയൊരു പൊട്ട്, രണ്ടാമത് വീണ്ടും അതിന്റെ തൊട്ട് താഴെയുള്ള പൊട്ട്, മൂന്നാമതൊരു പൊട്ട്. അപ്പോൾ ഏതെങ്കിലും ഉത്സവങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിസരത്ത് ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രയാസമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഉടനെ ഓടി വന്നപ്പോൾ ഈ പരിസരത്ത് ഒരു 150 മീറ്റർ 200 മീറ്ററിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വണ്ടി എത്താൻ പറ്റില്ല. നമ്മൾ രക്ഷാദൗത്യം നടത്താൻ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു പാടശേഖരത്തിന്റെ ഒത്ത നടുക്കിൽ ഒരു തിരുത്താണ്, ഒരു ഐലൻഡാണ് ഈ കാണുന്നത്. ഈ ഐലൻഡിന്റെ ഉള്ളിലേക്ക് നടന്നു വരിക എന്നല്ലാണ്ട് ഒരു ആംബുലൻസ് വരാനോ ഫയർഫോഴ്സിന് വരാനോ ഒരു നിലയ്ക്കും സാധ്യതയില്ല. ആംബുലൻസിന്റെ ഇത്രയും വലിയ പൈപ്പ്, 100 മീറ്ററൊക്കെ പൈപ്പുള്ള ആംബുലൻസിന്റെ മറ്റേ ഫയർഫോഴ്സിന്റെ ഇതുവരെ നമുക്ക് എത്താൻ പറ്റില്ല. 3 ആളെ ഇവിടുന്ന് കൊണ്ടുപോയി. ഇപ്പോൾ അവർക്ക് ഇപ്പോഴും